ഉസ്താദ് വന്നപ്പോൾ കുല്ലു തീർത്തി ഷെയ്ഖ് അബൂബക്കർ അകത്തേക്ക് കടന്ന ഉടനെ ഞാൻ അകത്തുനിന്ന് വാതിൽ പൂട്ടി. അപ്പൊ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അൽഹംദുലില്ലാ ഈ സംഘടന ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. സമുസ്ലിയാരുടെ വിയോഗത്തിന് ശേഷം സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നെഞ്ഞൂക്കോടെ നിന്ന് ഒരു സംവാദം നടത്താൻ ആരുണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ കൊട്ടപ്പുറം സംവാദത്തിന്റെ വലിയ വിജയം, അതോടുകൂടിയാണല്ലോ ഉസ്താദിനോട് വലിയ മഹബത്തുള്ളവർക്ക് മഹബത്ത് വന്നതും അതെ അസൂയുള്ളവർക്ക് അസൂയ വന്നതൊക്കെ അപ്പോഴാണല്ലോ. എന്റെ പേരിൽ പറയാത്ത ഒരു ആരോപണവും സബൽ മുബിഖാത്തിൽപ്പെട്ട എല്ലാ ആരോപണങ്ങളും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അന്നൊരിക്കൽ വടകര മുഹമ്മദായി തങ്ങൾ പുല്ലൂക്കര വന്നിരുന്നു. ഉസ്താദ് വളരെ ബഹുമാനത്തോടെ അവരെ സ്വീകരിച്ച് ഞങ്ങളോട് പറഞ്ഞ് ഇത് പുല്ലൂക്കര പള്ളിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുപോലെ വടകര മുഹമ്മദായി തങ്ങൾ വലിയാന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. കേരളത്തില് പള്ളിയും മദ്രസയൊക്കെ സുന്നികൾക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഒരു വിപുലമായ വിദ്യാഭ്യാസ സ്ഥാപനം അത് ഉണ്ടായിരുന്നില്ലല്ലോ. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് സമസ്ത സ്ഥാപിച്ച് അങ്ങനെ ഒന്നുണ്ടായി. അതുപോലെ ജാമിഅ സഅദിയ ഒരു ചെറിയ തുടക്കം കുറിച്ച് അതും ചെറിയ തോതിലുണ്ടായി. പക്ഷേ പൊതുവെ ഒരു വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ വിപ്ലവം നടത്തിയ മർക്കസ് പോലുള്ള ഒരു സ്ഥാപനം നേരത്തെ സുന്നികൾക്കാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അത് ആരംഭിക്കാൻ പ്രചോദനമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ? SYSന്റെ ഒരു സമ്മേളനത്തിൽ വെച്ചാണല്ലോ അതിന് സയ്യിദ് മുഹമ്മദ് അലി മാലിക് റഹിമഹുല്ല തറക്കല്ലുകൾ നിർവഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനൊരു പ്രത്യേകമായ സാഹചര്യവും തീരുമാനത്തിന് ഒരു നിമിത്തവുമായ സംഗതി എന്തെങ്കിലും ഉണ്ടാവില്ലേ? സാഹചര്യം അപ്പോഴുണ്ടായതല്ല. എനിക്ക് ഞാൻ ബാക്കിയാത്ത സാലിഹാത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ ബാക്കിയാത്ത് പോലെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടാക്കണം എന്നൊരു നെയ്യത്ത് ഉണ്ടാവുകയും പലരോടും ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് ആ വിശ്വാസത്തിൽ ഞാൻ നിന്ന് ഈ പ്രവർത്തിച്ച് കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തന്നെ കുറ്റ്യാടിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം വന്നത്. വെറും ഒരു ഓലച്ചുവടിൽ ജുമാ നിസ്കരിക്കുകയും അതുപോലെ ഒലിച്ചു പോകുന്ന വലിയ വെള്ളത്തിൻ്റെ മുകളിലൂടെ പലകൾ ഇട്ട് അവിടെ നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത അത്രയും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് സിറാജുൽ ഹുദ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രചോദനം നിങ്ങൾക്ക് ഇൽമുണ്ടെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് ഇതെല്ലാം ഉയർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത് ഇത് കണ്ടിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ശരിയല്ലേ? അത് ശരിയാണെന്ന് മാത്രമല്ല, അന്ന് സിറാജുൽ ഹുദക്ക് തറക്കല്ലിടാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ട് അവിടെയുള്ള നാട്ടുകാരെയും കൂട്ടി ഉസ്താദിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് വരാൻ നേറ്റു. അതുപോലെ വേറെ 2 വലിയ പണ്ഡിതന്മാർ, പ്രായം ചെന്ന 2 പണ്ഡിതന്മാർ, അവരെയും നമ്മൾ അതേപോലെ തന്നെ ക്ഷണിച്ചു. അവരിൽ ഒരാൾ ആദ്യം വരാമെന്ന് പറഞ്ഞു, പിന്നെ AP ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞു. മറ്റൊരാൾ വരാമെന്ന് പറഞ്ഞ് ഏറ്റ് നോട്ടീസൊക്കെ ഇറക്കിയെങ്കിലും എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, പിന്നീട് വരൂല എന്ന് അറിയിച്ചു. പിന്നെ അവസാനം തറക്കല്ലിടയിൽ സയ്യിദ് അലി ബാഫക്കി തങ്ങളെ കൊണ്ട് നിർവഹിക്കുകയും ഉസ്താദ് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് ആളുകളോടൊക്കെ സംഭാവനയൊക്കെ തരാൻ വേണ്ടി ഉസ്താദ് തന്നെ പറയുകയും അതിൻ്റെ നേതൃത്വം പ്രസിഡന്റ് സ്ഥാനം ഉസ്താദ് ഏറ്റെടുക്കുകയും ചെയ്തതിലാണ് എനിക്ക് അതിനുള്ള ധൈര്യം അന്ന് ഉണ്ടായതും. ആദ്യമായി അഹമ്മദ് ഉമർ നഅമ എന്ന് പറയുന്ന ഒരു യമനുകാരനായ ദുബൈ ഔക്കാഫിലുള്ള ഒരാളെയും കൂട്ടിയിട്ട് ആ ഓല ഷെഡിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഉസ്താദ് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് അവിടെ വരികയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ടൊരു അറബി, അദ്ദേഹം വലിയ പൈസക്കാരനായിട്ടല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാണ്, ഫസ്റ്റിൽ വന്നത് ഉസ്താദിൻ്റെ കൂട്ടി വന്നതാണ്. അങ്ങനെയാണ് പിന്നീട് പലരെയും മർക്കസിൽ വരുന്ന പലരെയും ഉസ്താദ് നീ അവിടെ കൊണ്ടുപോയിക്കോ, കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ അയച്ചു തന്ന് അങ്ങനെയാണ് സിറാജുൽ ഹുദ
ഉസ്താദിൻ്റെ ആ വലിയ ഒരു ശക്തിപ്പെടുത്തൽ, അതുകൊണ്ടാണ് സിറാജുൽ ഹുദ വളർത്താനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തആല തന്നതും. ഒന്നാമത്തെ കെട്ടിടം സിറാജുൽ ഹുദയുടെ ടൗണിലെ പള്ളിയാണ്. അത് ഉസ്താദ് തന്നെ വാങ്ങിത്തന്നതും അതിൻ്റെ തർക്കലുകളൊക്കെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ വന്ന് ചെയ്തു തന്നതും അതിൻ്റെ കുറ്റിയടിച്ചതും അങ്ങനെ എല്ലാം ഉസ്താദ് തന്നെയാണ് ചെയ്തു തന്നത്. പിന്നെ അത് ഈ പറഞ്ഞതുപോലെ നട്ടു വളർത്തുന്നൊരു സാധനം എന്നുള്ള നിലക്ക് കുറച്ച് അങ്ങനെ വളർന്നു വരും, പിന്നെ താനെ കുറച്ച് വളരുമല്ലോ. ആ നിലക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പിന്നീട് അല്ലാഹു തആല ഉസ്താദിൻ്റെയും അതുപോലുള്ള ആൾക്കാരുടെയും ഉസ്താദന്മാരൊക്കെ ദ്വായും ബർക്കത്ത് കൊണ്ടും സാധിച്ചു എന്നേ ഉള്ളൂ. സംഗതി സിറാജുൽ ഹുദയുടെയും സ്ഥാപകൻ ഉസ്താദ് തന്നെയാണ്. ഉസ്താദ് ഏൽപ്പിച്ച അനുസരിച്ച് തന്നെയാണ് ചെയ്തതും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു ബർക്കത്തും അല്ലാഹു തആല ഇതുവരെയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സംഗതി അങ്ങനെ തന്നെയാണ്. കണ്ടുപിടിച്ചിട്ടാണ് എങ്ങനെയാണ് അറബികളെ സ്വീകരിക്കേണ്ടത്, അറബികളായിട്ട് എങ്ങനെ പെരുമാറേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മർക്കസിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ച തന്നെയാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ കണ്ടുപിടിച്ച അനുസരിച്ച് തന്നെയാണ് ചെയ്തത്. അവസാനം തറക്കല്ലിടുന്ന ദിവസം വലിയ വിവാദം ഉണ്ടായത് ഉസ്താദിന് ഓർമ്മ ഉണ്ടാവും. തറക്കല്ലിടാൻ വേണ്ടി ആ സംഖ്യ തരാമെന്ന് ഏറ്റ് സംഖ്യ ചെറിയ സംഖ്യ തന്നു ഉസ്താദിനെ ഏൽപ്പിച്ച ആൾ അദ്ദേഹത്തെ പലപ്പോഴും വരാൻ വേണ്ടി ക്ഷണിച്ച് ഞാൻ പോയി മടങ്ങി ഉസ്താദും പലപ്പോഴും പോയി മടങ്ങി. അവസാനം അദ്ദേഹം വരുന്ന ദിവസം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നു. അങ്ങനെ ഉസ്താദ് ഞാൻ രണ്ടാമത് വീണ്ടും അദ്ദേഹത്തെ കിട്ടുമോ നോക്കാൻ വേണ്ടി പോകാൻ ബോംബെയിലെത്തിയപ്പോഴാണ് ഉസ്താദ് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം, അദ്ദേഹം വരുന്നുണ്ട് നാളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ എത്തുള്ളൂ, നീ രാവിലെ പോയി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് അവേലത്തെ തങ്ങളോടും ഉസ്താദുമാരോടെല്ലാം പറഞ്ഞ് അവരെല്ലാം കൂട്ടി രാവിലെ പോകാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഫോൺ വന്നു, നിങ്ങളവിടെ വരൂല, അത് നാദാപുരത്ത് ഒരു സ്ഥാപനത്തിൽ പോയി തറക്കല്ലിടുന്നുണ്ട്, അതിൻ്റെ പുറമെ വേറെയും ചില സ്ഥലത്ത് പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വരുന്നത്, നിങ്ങൾക്ക് കിട്ടലുണ്ടാവില്ല എന്ന് എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ കുട്ടികളെ കൂട്ടി ബദറുമല്ല തോതി ദ്വാരക്കുമെല്ലാം ചെയ്ത് അങ്ങനെ അവിടുന്ന് രാവിലെ അവേലത്തെ തങ്ങളെയൊക്കെ കൂട്ടി എയർപോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഫറൂഖിൽ ഉസ്താദ് എടുപ്പിച്ച പള്ളിയുണ്ട് ചുങ്കത്ത്, ആ പള്ളി സുബഹിസ്കരിക്കാൻ കയറി ഞങ്ങളെല്ലാം. അപ്പോഴുണ്ട് നാദാപുരത്തുനിന്ന് കുറേ ആൾക്കാർ ഇയാൾ സ്വീകരിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച ടീമിൻ്റെ പ്രതിനിധികളായിട്ട് അവരും ഉസ്താദ് എടുപ്പിച്ച പള്ളിയിൽ കയറി നിസ്കരിക്കുന്നുണ്ട് ഞങ്ങളെ കൂടെ. ഞങ്ങൾ രണ്ടു കൂട്ടർ പോയി. അങ്ങനെ അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഉസ്താദ് എത്തുന്നതിന് മുമ്പ് അയാൾ ഇവിടെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ശേഷം ഉസ്താദ് വന്നപ്പോൾ മൂപ്പര് പറഞ്ഞ് ഉസ്താദ് വന്നപ്പോൾ കുല്ലു തീർത്തി ഷെയ്ഖ് അബൂബക്കർ എന്നാണ്. അതോടുകൂടി പിന്നെ അവർക്കൊക്കെ ആകെ മ്ലാനതയായി. അങ്ങനെ ആദ്യമായിട്ട് മർക്കസിലേക്ക് പോയി. മർക്കസെല്ലാം കണ്ടപ്പോൾ നേരത്തെ പൂർണ്ണമായി എതിരാളിയായിട്ട് നിന്നിരുന്ന ഒരാൾ അവിടെ നിന്നെല്ലാം കണ്ടതിന് ശേഷം ഉസ്താദിനെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് എൻ്റെ ഒരു ദിവസം ഭക്ഷണം ഇവിടെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. പിന്നെ അദ്ദേഹം ഉസ്താദിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരെ ഒരു തറക്കല്ലിടലിന് നാദാപുരത്തോളം ഉസ്താദും കൂടി ഒന്ന് പോന്നാലേ അയാൾ പോരുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം പോരാൻ വേണ്ടി ഉസ്താദും കൂടി സഹായിക്കണം എന്ന് പറയുന്നത് ഉസ്താദും അവേൽത്തങ്ങളും നമ്മളെല്ലാം കൂടിയിട്ട് അങ്ങനെ ചരിത്രത്തിൽ വളരെയധികം സംഭവം കൊണ്ട് കറാമത്ത് സയ്യിദന്മാരുടെയും നമ്മളെ ഉസ്താദന്മാരുടെയും കറാമത്ത് കണ്ട് ഈ മർക്കത്തിൻ്റെ തുടക്കത്തിലും പ്രവർത്തനത്തിലും വിവരിച്ചാൽ തീരാത്തത്ര ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് നമുക്കൊരു സ്ഥലം വേണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിട്ട് കൊടുവള്ളി കുഞ്ഞുമത് ഹാജി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, ആമീൻ, ഇതിൻ്റെ ട്രഷററായിരുന്നു അദ്ദേഹവും അവേലത്തെ തങ്ങൾ പ്രസിഡന്റ് ഞാനും മൂന്നാൾ കോഴിക്കോട്ട് പോയി. അവിടെ ഇങ്ങനെ ഹോട്ടലിലെത്തിയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രോക്കർ മജീദ് വന്നിട്ട് പറഞ്ഞു 11 സെൻറ്റ് സ്ഥലമാണിത്, ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും നടത്താൻ കഴിയില്ല, ഞാൻ നിങ്ങൾക്ക് വലിയൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കോംപ്ലക്സ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിന് വില പറഞ്ഞ് കച്ചവടമാക്കി 1000 ഉറുപ്പ്യ കീച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് തൽക്കാലം കൊടുത്ത്
പിറ്റേന്ന് 2 ലക്ഷം ഉറുപ്പിക ഇവിടെ നിന്നൊക്കെയോ കടം വാങ്ങി എഗ്രിമെൻ്റ് എഴുതി 3 മാസത്തേക്ക് 25 ലക്ഷം ഉറുപ്പികയും അടുത്ത 3 മാസത്തിൽ ബാക്കിയുള്ള 25 ലക്ഷം ഉറുപ്പികയും അങ്ങനെ 50 ലക്ഷം ഉറുപ്പിക കൊടുക്കണമെന്ന് കരാർ എഴുതി. സുബ്ഹാനല്ലാഹ്. ഈ 3 മാസം അടുത്തപ്പോൾ എന്താ ചെയ്യാൻ തിരിയാതെ ഞാനന്ന് ഗൾഫിലേക്ക് പോയി. അബുദാബിയിൽ നിന്ന് അല്ലയിൽ പോയി. അരിമുസ്ലിയാർ എന്നൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തെയും ചെറിയ മണ്ഡം അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും കൂട്ടി അവിടെ മുസല്ലമിന് ഹം എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കാണണമെന്ന ഉദ്ദേശത്തിൽ ഉച്ചക്ക് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. സാധാരണ ഭക്ഷണം കഴിക്കാൻ അവിടെ വീട്ടിൽ വരും, അപ്പോൾ കാണാം എന്നുദ്ദേശം. പക്ഷേ അന്ന് അദ്ദേഹം വന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റോട്ടിലിറക്കി കാറിന് കൈ കാണിച്ചിട്ട് ഒരു കാറും കിട്ടുന്നില്ല. ടാക്സി വളരെ ദൂരാണ്, അല്ലൈൻ ടൗണിൽ നിന്ന് ദൂരാണ് സ്ഥലം. അവസാനം ഒരു പ്രൈവറ്റ് കാറ് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് നോക്കുമ്പോൾ അത് അവിടുത്തെ പോലീസ് IG-ൻ്റെ കാറാണ്. അദ്ദേഹം ഞങ്ങളതിൽ കയറ്റി എവിടെയാണ് പോകേണ്ടത് ചോദിച്ച് അങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി ഇറക്കി തരികയും എല്ലാം ചെയ്തു. അതിനുശേഷം അൽഹംദുലില്ലാഹ് ഇങ്ങനെ നടന്നതല്ലാതെ ഒരു മനുഷ്യനും ഒന്നും തരുന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വേഗം അബുദാബിയിൽ വന്ന് മൗലാന എന്നൊരാളുണ്ട്, അദ്ദേഹത്തെ കൂട്ടി ഒരു 10-11 നാളെ രാത്രിയൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ നാരിയത്തു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിറ്റേന്ന് ഞാനും ജപ്പാ മൗലയും ഈ മഹമ്മൂദ് മൗലവി നിങ്ങളുടെ അടുത്ത നാട്ടുകാരനാണ്, തിരുവള്ളൂർ. അദ്ദേഹം 3 ആൾ കൂടി ഒരു പള്ളിയിൽ പോയി. പള്ളിയിൽ 10-25 അറബികളുണ്ട്. ഞാൻ അറബിയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് ഒരു കാശ് ആരും തന്നുമില്ല, വിവരം ചോദിച്ചുമില്ല. നമ്മളത് പിരിവി എടുക്കാനുള്ള കടലാസില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കാനും വയ്യ. അങ്ങനെ അവസാനം ഒരു വ്യക്തി അവിടുന്ന് സുന്നത്ത് നിസ്കാരമൊക്കെ കൂടുതൽ നിസ്കരിച്ച് വിത്തർ 11 റക്അത്ത് നിസ്കരിച്ച് ഞങ്ങൾ അദ്ദേഹം കൂടി പോയിട്ട് പോകാം എന്ന് കരുതി പള്ളിയിൽ ഇരുന്ന് അദ്ദേഹം നിസ്കരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ അടുത്ത ബുധനാഴ്ച വരണം, വേറെ ആരെയും കൂട്ടണ്ട, നിങ്ങൾ ഒറ്റക്ക് വന്നാൽ മതി, എൻ്റെ പേര് ആരോട് പറയാൻ പാടില്ല. ഞങ്ങൾ പിന്നെ അപ്പം ഒന്നും എതിർത്തില്ല. ആ പറഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ 3 പേർ തന്നെ പോയി. ഇവരെ 2 ആളെയും പള്ളിയിലെത്തി. ഞാൻ ഒറ്റക്ക് അകത്തേക്ക് കടന്ന ഉടനെ ഞാൻ അകത്തുനിന്ന് വാതിൽ പൂട്ടി. അപ്പം എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തു പോവോ, പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ പേടിയുണ്ടെങ്കിലും അയാൾ ആരും അറിയാതിരിക്കാനാണ് ചെയ്തത്. പിന്നെയും വിശദീകരണങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു നല്ല ബ്രീഫ് കേസ് കൊണ്ടുവന്ന് സുബ്ഹാനല്ലാഹ് $2 ലക്ഷം അമേരിക്കൻ ഡോളർ ആ പെട്ടിയിലുണ്ടായിരുന്നു. അത് 25 ലക്ഷം ഉറുപ്പ്യ ഇന്ത്യൻ ഉറുപ്പ്യ കിട്ടുമെന്ന്. ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി, ബാക്കി ഉള്ളത് ഞാൻ തന്നെ തരും, എൻ്റെ പേര് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരാളോടോ 2 ആളോടോ എനിക്ക് പറയാതെ നിവൃത്തിയില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, ബാങ്കിൽ പോകണം, ഇത് അയക്കണം ഒന്നും എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് 1-2 ആളോട് ഞാൻ പറയുന്നത് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറ്റി ഞങ്ങളെ റൂമിൽ കൊണ്ടുവന്ന് ഇറക്കി തന്നു. 25 ലക്ഷം ഉറുപ്പിക ഒന്നാമത്തെ ഗഡു ഞങ്ങൾ കോഴിക്കോട് കോമളത്തിൽ നിൽക്കുന്ന ആ സ്ഥലത്തിന് കൊടുത്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ പേര് ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല, അദ്ദേഹം ഇവിടെ വന്നിട്ടുമില്ല.
പിന്നീട് മറ്റേ 25 ലക്ഷവും അദ്ദേഹം തന്നെയാണ് തന്നത്. ഇത് മർക്കത്തിൻ്റെ കറാമത്ത് എന്ന് ഞാൻ പറഞ്ഞത്, നമ്മളവിടെ പോയി മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ പിരിവിന് വന്നാൽ പോലും കോഴിക്കോട് ജില്ലക്കാരൻ അന്വേഷിക്കും, ചോദിക്കും, ഫോൺ ചെയ്യും. അതുപോലെ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് മലപ്പുറത്തൊക്കെ എന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിവുള്ളവരോട് വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ പരിചയപ്പെടുത്തിയാൽ മാത്രമേ കൊടുക്കൂ. ഇത് അള്ളാഹു തആലയും ഞങ്ങളുമല്ലാതെ യാതൊരു സാക്ഷ്യവും ഇതിൻ്റെ ഇടയിലില്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് സത്യമാണെന്ന് തോന്നിപ്പിച്ചു കൊടുക്കുകയും ഇത്രയും ഒരു വലിയ സംഖ്യ എൻ്റെ കയ്യിൽ എടുത്തു തരാൻ അയാൾക്ക് ധൈര്യപ്പെടുകയും ചെയ്തത് മർക്കത്തിൻ്റെ വലിയൊരു കറാമത്ത് തന്നെയാണ്. അല്ലാഹു തആല അത് തന്നത് കൊണ്ടാണ് കോഴിക്കോട് ടൗണ് തന്നെ ഇന്ന് കിഴക്കോട്ട് എല്ലാ സ്ഥലത്തും വലിയ വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞുപോയി. ബസ് സ്റ്റാൻഡ് വന്നു. ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണല്ലോ നമ്മളെ സ്ഥലം. അതിനുശേഷം വന്നതാണ് ബസ് സ്റ്റാൻഡ്, മൊബീത്തിൽ ബസ് സ്റ്റാൻഡ്. അങ്ങനെ വലിയ അത്ഭുതകരമായ കറാമത്തുകൾ കൊണ്ടാണ് ഈ സ്ഥാപനം തന്നെ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു തആല ഇതിനെ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ആ മാന്യ വ്യക്തിക്കും അവയത്ത് തങ്ങൾക്കും ശഹീദന്മാരായ മരണപ്പെട്ടു പോയ പത്തിരി പൂക്കോയത്തങ്ങൾ തുടങ്ങി നമ്മളെ സഹായിക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ജപ്പാ മൗലാനയും മഹമ്മൂദ് മൗലവി മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ വടകര പോയിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, ആ കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണം, ഞാൻ മരിക്കാൻ അടുത്തിരിക്കുന്നു എന്ന് മഹമ്മൂദ് മൗലവി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. പറഞ്ഞ പോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തിനും അതുപോലെ ജപ്പാൻ മൗലാന അയാൾ വലിയ ആസൂത്രണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പല പദ്ധതിയും സൂത്രധാരകനായിരുന്നു അദ്ദേഹം. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിനെയും അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അന്ന് ഈ വലിയ സഹായം ആത്മാർത്ഥമായിട്ട് ചെയ്ത ആ വ്യക്തി പിന്നീടും കൂടെ വന്നിട്ടൊന്നുമില്ല എന്ന് ഉസ്താദ് ഇതുവരെയും വന്നിട്ടില്ല. ഇതുവരെയും വന്നിട്ടില്ല. ഞാൻ പിന്നെയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അയാൾ ഒരു പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിച്ച വരെ ഇരുന്ന് ദിക്ർ ചെല്ലുന്ന ആളാണ്. അയാൾ കാണുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നോട് പറയുന്നത് അള്ളാഹു സാക്ഷിയാണ്, ഞാൻ വരണമെന്നില്ല എന്ന് പറയും. ഇപ്പോഴത്തെ പൈസ ഉണ്ടാവില്ല, ഒന്നും തരാനില്ല, കഴിവില്ല. അതാണ്. അന്ന് എന്തോ ചേക്കന്മാരാരോ കൊടുത്ത പൈസ ആയിരിക്കണം ചിലപ്പോൾ. എല്ലാവരും ആളിവിടെ വന്നിട്ടില്ല, വരാൻ ആൾക്ക് ഒരു ആശയമില്ല. അതെ, അവരുടെ ഒരു ആത്മാർത്ഥതയാണല്ലോ. അവർ കാര്യം ചെയ്യുമ്പോൾ വേറെ ആരും അറിയണ്ട, ഒന്നും വേണ്ട, പടച്ചോൻ്റെ കൂലിയിട്ടാൽ മതി എന്നല്ലേ ഒറ്റ ലക്ഷ്യത്തിൽ ചെയ്യാണല്ലോ. അദ്ദേഹം വലിയ സമ്പാദ്യമാണല്ലോ സമ്പാദിച്ച്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ കണക്കുണ്ടോ? ഞാൻ പിന്നീട് കോമളത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാനുമായിട്ടൊക്കെ പോയപ്പോൾ അയാൾ പറഞ്ഞത് ഈ ലിഫ്റ്റിൻ്റെ അകത്ത്, ഈ വാതിലിൻ്റെ അകത്ത് എല്ലാ ഫ്ലോറിലും ഓരോ കാവക്കാരെ നിർത്തണം കുറച്ച് കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കള്ളന്മാർ വരും എന്നൊക്കെ അന്നേ പറഞ്ഞു വെച്ചു. ഇപ്പോൾ കാലം അങ്ങനെ അടുത്ത് വരിക യഥാർത്ഥത്തിൽ. സ്ഥാപനങ്ങളും സംഘടനകളും രണ്ടും പരസ്പരം ഏറ്റവും അടുത്ത് ബന്ധമുള്ള 2 കാര്യങ്ങളാണല്ലോ. സംഘടന ഇല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടാവില്ല. സ്ഥാപനം ഉണ്ടായാലേ സംഘടനയുടെ ഫലം അനുഭവിക്കാനും കഴിയുള്ളൂ. അങ്ങനെയുള്ള സ്ഥാപനവും സംഘടനയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഉസ്താദ് ഈ മർക്കസ് ആരംഭിക്കുന്നത് തന്നെ SOSൻ്റെ നേതൃരംഗത്ത് വന്ന് അങ്ങനെയാണല്ലോ. മർക്കസിൻ്റെ സ്ഥാപിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അതിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ചാണല്ലോ ഈ തറക്കല്ലിടലൊക്കെ നടന്നതും.
അപ്പോൾ സംഘടന നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ അന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതിയും ശൈലിയും ഒക്കെ എങ്ങനെയാണ്? അന്ന് വിദേശത്ത് ഒരു സംഘടനയും ഇല്ല. 77 78 ഞങ്ങൾ അബുദാബിയിൽ പോയപ്പോഴാണ് അവിടെ നമ്മളെ SYS-ൻ്റെ സംഘടന മുട്ട മുഹമ്മദ് മൗലവി പ്രസിഡന്റ്, പിന്നെ വേറെ ഒരാൾ ജനറൽ സെക്രട്ടറിയുമായിട്ട് അഷ്റഫ് മൗലവി കാഞ്ഞങ്ങാട് സെക്രട്ടറിയായിട്ട് സംഘടന ഉണ്ടാക്കിയത് അന്നാണ്. അതിന് മുമ്പ് അവിടെ ഗൾഫിൽ SYS ഇല്ല, SPS ഇല്ല, ഒരു സംഘടനയും ഇല്ല. മാത്രമല്ല സംഘടനക്ക് വാച്ച് വെച്ചാൽ ആരും തരികയില്ല. എന്തിനാണ് ഈ സംഘടന എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ സമയത്ത് പള്ളിക്കോ തിമുഖാനക്കോ മതത്തൊക്കെ ചോദിച്ചാൽ തരും. അവർ തന്നെ SYS-ന് വേണമെന്നോ അല്ലെ സമസ്തക്ക് വേണമെന്നോ പറഞ്ഞാൽ സംഘടനൻ്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യത്തിൽ അങ്ങ് മതിയാക്കിയിട്ട് അവരൊന്നും തരൂല. ഇന്ന് അൽഹംദുലില്ലാ ഈ സംഘടന ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം നമ്മളിപ്പോൾ കൊണ്ടാടാനിരിക്കുകയാണ്. ആ സമസ്ത 100 കൊല്ലം മുമ്പ് സ്ഥാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേരളം ഒട്ടാകെ വിദ്യാർത്ഥികാരുടെ കയ്യിൽ അമർന്നു പോകുമായിരുന്നു. അൽഹംദുലില്ലാ അവരുടെ കയ്യിൽ നിന്ന് ഇത് അടർത്തിയെടുത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ കയ്യിൽ തന്നെ ഈ സമുദായത്തെ വളർത്തിക്കൊണ്ടുവന്നതിൽ നമ്മുടെ ഉലമാക്കൾക്ക് വലിയ പങ്കുണ്ട്. അവർക്ക് വലിയ ദർജയുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മളും മരണം വരെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളെ സമസ്തയും അതിൻ്റെ കീഴുകളൊന്നും ഇല്ലാത്ത ഇപ്പം ഈ വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ജനങ്ങൾ അവർ ഫാത്തിഹ പോലും അറിയാത്തവരായി ഏകദേശം ആളുകളും ആയിത്തീർന്നത് നമ്മളിപ്പോൾ അനുഭവിച്ച് കാണുന്നുണ്ടല്ലോ. നമ്മളെ സംഘടനയിലൂടെ സ്ഥാപനങ്ങളും മദ്രസകളും സംവിധാനങ്ങളും ചർച്ചകളും തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടാണല്ലോ നമ്മളെ കേരളം വളരെ ധന്യമായിട്ട് നിലനിന്ന് കാണുന്നത്. അപ്പോൾ ഉസ്താദ് ഈ സംഘടനാ രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്, അതിന് പ്രചോദനം എന്താണ്? അത് എന്നെ പഠിപ്പിച്ച അബ്ദുൽ ഹമീദ് മുസ്ലിയാർ റഹ്മഹുള്ള ഉണ്ടായിരുന്നു. കാന്തപുരം മുദരിസായിരുന്നു. മൂപ്പർ അന്ന് തന്നെ ഒരായത്ത്, ഒരു ഹദീസ്, ഒരു ബെയ്ത്ത് ഇത് എഴുതി തന്നിട്ട് വെള്ളിയാഴ്ച പോയിട്ട് അത് അറിയണം, പൈസ ഒന്നും ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന പല സ്ഥലത്തേക്കും വാതിന് പറഞ്ഞേക്കായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ബാവാട് പോക്കറോട്ടി ഉസ്താദിൻ്റെ അടുത്ത് അവർ വാതിന് പോകുന്ന സ്ഥലത്ത് എന്നെയും കൊണ്ടുപോകും. അവസാനത്തെ അരമണിക്കൂറോ അല്ലെങ്കിൽ ആദ്യത്തെ അരമണിക്കൂറോ അവർ സംസാരിച്ച് ബാക്കി എന്നെ കൊണ്ട് വാത് അറിയിപ്പിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മർഹൂം KK അബൂബക്കർ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ EK ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെയാണ് നമുക്ക് സംഘടിതമായി പോയാൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുകയും എന്നെ ആ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പിന്നീട് സമസ്തയിൽ എന്നെ ജോയിൻ്റ് സെക്രട്ടറിയായിട്ട് ആദ്യം എടുക്കുകയാണ്. അത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തന്നെയായിരുന്നു. എന്നെ ഒരു കുറച്ചു കാലം പ്രവർത്തിക്കാതെ പെട്ടെന്ന് എന്നെ ജോയിൻ്റ് സെക്രട്ടറിയായിട്ട് ആ സമസ്തയിൽ എന്നെ എടുത്ത ഉടനെ തന്നെ അധികാരം തന്നത്. അതൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ എന്തോ ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോ മറ്റോ ചെറിയ ഒരു വിടവ് അവർ നമ്മളുമായി പിന്നീട് ഉണ്ടായിപ്പോയി എന്നത് അത് അള്ളാഹുവിൻ്റെ
ഹിക്മത്ത് ഇലാഹിയ എന്തെങ്കിലും ചിലപ്പോൾ അതിലുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നല്ലാതെ ഞാനിന്നും അറിയുമെന്ന് ഇതൊക്കെ ആയിട്ടും അദ്ദേഹത്തെ പറ്റി ഒരു ചീത്ത വാക്ക് ആരോടും പറഞ്ഞിട്ടില്ല, പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, സിറായിട്ടും പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല അവരെയും നമ്മളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അത് മൂപ്പര് ആ ഉസ്താദിന് ആദ്യമായിട്ട് അസൂയാലുക്കളിൽ നിന്നും അതുപോലെ ഭൗതിക ശക്തികളിൽ നിന്നൊക്കെയുള്ള വലിയ എതിർപ്പിൻ്റെ ഒരു തുടക്കം കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞതിൻ്റെ ഉടനെയാണല്ലോ ആരംഭിച്ചത്. ഹസൻ മുസ്ലിയാരുടെ വിയോഗത്തിന് ശേഷം സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് നെഞ്ഞൂക്കോടെ നിന്ന് ഒരു സംവാദം നടത്താൻ ആരുണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്ത് ഉസ്താദിൻ്റെ കൊട്ടപ്പുറം സംവാദത്തിൻ്റെ വലിയ വിജയം, അതോടുകൂടിയാണല്ലോ ഉസ്താദിനോട് വലിയ ഒരു അസൂയുള്ള ഒരു മഹബത്തുള്ളവർക്ക് മഹബത്ത് വന്നതും അതെ അസൂയുള്ളവർക്ക് അസൂയ വന്നതൊക്കെ അപ്പോഴാണല്ലോ. അതോടുകൂടി അതിനോടനുബന്ധിച്ച് നമ്മളെ പണ്ഡിതന്മാരെ പരസ്പരം തെറ്റിക്കണം എന്ന നിലക്കുള്ള ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കുകയും അതിൽ പരസ്പരം തെറ്റിദ്ധാരണകൾ വളർത്തി കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഉസ്താദിൻ്റെ മർക്കസടക്കമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം അടച്ചു കളയാൻ ഉസ്താദിനെ ഒരു സംഖ്യ തട്ടിപ്പ് നടത്തുന്ന ആളായി ചിത്രീകരിക്കുന്ന കുറേ ദിവസങ്ങളും രംഗങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, എൻ്റെ പേരിൽ പറയാത്ത ഒരു ആരോപണവുമില്ല, എല്ലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്. സബൽ മുബിഖാത്തിൽപ്പെട്ട എല്ലാ ആരോപണങ്ങളും നമ്മളെ പേരിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. നമ്മളതിൽ നിന്നെല്ലാം ബരി ആണ്, ഒഴിവാണ്. അതെ, അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ച് അന്ന് ഈ ആരോപണം വന്ന സമയത്ത് ഇവിടെ നാദാപുരത്ത് ഉസ്താദിനൊരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിന് ഉസ്താദ് എന്നെ വിളിക്കാൻ നന്ദി അറബി കോളേജിൽ ഞാൻ വന്നിരുന്നു. നന്ദിയിൽ ഉസ്താദിന് ക്ലാസ് ഉണ്ടായിരുന്നു ഇ.കെയുടെ നിർദ്ദേശപ്രകാരം. ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഉസ്താദ് അങ്ങോട്ടേക്ക് പോകുന്നത്. പോകുമ്പോൾ വഴിക്കുന്നാണ് കെ ഉസ്താദിനെ തെരുവത്തുനിന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയത്. അന്ന് ആ പരിപാടിയിൽ ഞാനൊരു ചെറിയ പ്രസംഗം നടത്തിയിരുന്നു. അഹമ്മദ് മുസ്ലിയാരെ അന്ന് ഞാൻ പുല്ലൂക്കര പഠിക്കുന്ന സമയമാണ്. അവിടുന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ പിന്നെ TC മുഹമ്മദ് മുസ്ലിയാർ ദർസ് നടന്ന നമ്പിത്താൻ കൊണ്ട് വയലുവാരം വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. അതുമുതൽക്ക് നാദാപുരം ഏരിയയിൽ എനിക്ക് ഭയങ്കര ബഹിഷ്കരണം വന്നു. അത് ഉസ്താദിൻ്റെ കൂടെ പങ്കെടുത്തു എന്ന കാരണത്താൽ. അന്ന് നോട്ടീസിൽ എൻ്റെ പേര് വെച്ച് വയലിൻ്റെ നോട്ടീസ് അടിച്ചത് വരെ പിന്നെ എൻ്റെ വീട്ടിൽ നിങ്ങളെ പരിപാടിക്ക് വരണ്ട എന്ന് പറഞ്ഞൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരിക്കൽ വടകര മുഹമ്മദായി തങ്ങൾ പുല്ലൂക്കര വന്നിരുന്നു. അപ്പോൾ ഉസ്താദ് വളരെ ബഹുമാനത്തോടെ വളരെ സ്വീകരിച്ച് ഞങ്ങളോട് പറഞ്ഞ് ഇത് പുല്ലൂക്കര പള്ളിയാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് പോലെ വടകര മുഹമ്മദായി തങ്ങൾ വലിയാന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് ഉപ്പര് വന്നിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ഇവൻ നല്ല വേദ ഇവൻ AP-ൻ്റെ ആളാണ്. ഉസ്താദിനോടാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് പിൽക്കാലത്താണ് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നതും പിന്നെ ഉസ്താദിൻ്റെ കൂടെ തന്നെ പല സ്ഥലത്തും വരാനും പോകാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ മുൻകൂട്ടി മുപ്പര് അന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു പിന്നെ എതിർപ്പിൻ്റെ ഒരു വലിയ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു പോയെങ്കിലും ഉസ്താദ് ഇന്നും അന്നും ആരോടും ഒരു വൈരാഗ്യം വെക്കുകയോ ഒരാളെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്യാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല നമുക്ക് ഈ ഉയർച്ചയും നിലനിൽപ്പും തരുന്നത്. പ്രകൃതിപരമായിട്ട് ആരെയൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മളവരെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ പണിയായിട്ട് മുന്നോട്ട് പോയാൽ മതി. അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും.